ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെയും ഷോക്ക് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആനകൾ കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ആ മേഖലകളിൽ പോലും അതൊക്കെ തകർത്തുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? എങ്ങനെയാണ് ഇതിന് നമ്മൾ തടയിടുക? 2016 മരണം ഏതാണ്ട് 142 അതിൽ നിന്ന് 2023 ആവുമ്പോൾ 85 കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതൊരു വലിയ കണക്കാണ്. നഷ്ടപ്പെടുന്നത് ഓരോ ജീവനുകളാണ്, ഓരോ കുടുംബമാണ് അനാഥമാകുന്നത്. അപ്പോൾ എന്താണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം? അതായത് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഡിഫൻസീവ് മെക്കാനിസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് ഏറ്റവും നല്ല ഡിഫൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത് റെയിൽ ഫെൻസ് ആണ്. എന്നാൽ അതേസമയം വയനാട്ടിന്റെ സാഹചര്യത്തിൽ ഈ റെയിൽ ഫെൻസോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫെൻസോ ഹാങ്ങിങ് ഫെൻസോ എഫക്റ്റീവ് ആവാറില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ അഴിമതിയാണ്. ഞാൻ തന്നെ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. റെയിൽ ഫെൻസിൽ റെയിൽ ഫെൻസ് കമ്മീഷൻ ചെയ്തതിന് ശേഷം 1 മാസത്തിനകം ആന ഈ റെയിൽ ഫെൻസ് തകർത്തു. ഈ റെയിൽ ഫെൻസിന്റെ ചെലവ് എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് 1.5 കോടി രൂപയാണ് ചെലവ്. ഇപ്പോ വനംവകുപ്പ് 620 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസൽ എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആണ്. ഇതുവരെ പരീക്ഷിച്ച് വിജയിക്കാത്ത പ്രപ്പോസലാണ് അതിലുള്ളത്. അതിലുള്ള പ്രപ്പോസൽ എന്ന് പറയുന്നത് ട്രെഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസ്, സോളാർ ഫെൻസ്, ഇത് 1500 കിലോമീറ്റർ 100 കോടി രൂപ ചെലവിൽ. ഇത് 3ഉം പരീക്ഷിച്ച് വിജയിക്കാത്ത സാധനങ്ങൾ പിന്നെയും വനംവകുപ്പ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം? അതിലേക്ക് ഒന്ന് കടന്നു വരാം. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസർവേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ എപ്പോഴും ഒരു സ്പീഷീസ് ആയിരിക്കണം. ഒരു ആനയ്ക്ക് വേണ്ടി ആവരുത് കൺസർവേഷൻ. നമുക്കറിയാം അരിക്കൊമ്പൻ ഫാൻസ് എന്ന പേരിൽ നമ്മുടെ ഇവിടെ ചിലർ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ. ഇന്ന് പോലും തിരുവനന്തപുരത്ത് വനംവകുപ്പിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഈ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു പ്രഹസനം നടത്തി. അതായത് ഇവര് ഈ ഏഞ്ചൽസ് നായർ ഉൾപ്പെടെ പലരും ഒരാനയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് കൺസർവേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം പ്രശ്നക്കാരായ കുറച്ച് ആനകളുണ്ട്. ഏഞ്ചൽസ് നായർ എന്തൊക്കെ ചെയ്യേണ്ടത്? മാത്യൂസിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഏഞ്ചൽസ് നായർ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയില്ല. ഏഞ്ചൽസ് നായരല്ലേ കോൺസ്പിറസി തിയറി കൊണ്ടൊക്കെ വന്നത്? ഞാൻ പറയട്ടെ, അതിനുശേഷം ഏഞ്ചൽസ് നായരോട് പറയാം. ഞാൻ ഈ അരിക്കൊമ്പന്റെ കേസുമായിട്ട് ഞാൻ കളക്ടറേറ്റിന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ടില്ല, ജാഥ നടത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനാണ് ഈ ഇഷ്യൂ കൊണ്ടുവരുന്നത്. ഞാൻ ഇവിടെ അങ്ങനെയുള്ള ജാഥ കാണിക്കാൻ ഞാൻ പോയിട്ടില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് വർത്താനം പറയും. ഏഞ്ചൽസ് നായർ കളക്ടറേറ്റിന് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഇതുപോലത്തെ പല പ്രകൃതി സ്നേഹികളും ചെയ്ത കാട്ടിക്കൂട്ടലിനെ കുറിച്ചാണ്. ഏഞ്ചൽസ് നായർ കോടതിയിൽ അതായത് പ്രശ്നം എന്ന് പറയുന്നത് കൺസർവേഷൻ എപ്പോഴും ഒരു സ്പീഷീസ് നെയിം ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലാണ്ട് ഒരാനയെ എയിം ചെയ്തുകൊണ്ടായിരിക്കരുത്. അതുകൊണ്ട് തന്നെ കൊല്ലണ്ടേ, അതായത് 133 അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 11(1)A പ്രകാരം കൊല്ലണ്ട ആനകളെ തീർച്ചയായിട്ടും കൊല്ലേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ചില ആനകളെ കൂട്ടിലിടേണ്ടി വരും, ചില ആനകളെ ഒരു എലിഫന്റ് ക്യാമ്പിൽ വെക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നക്കാരായ ആനകളെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോഴത്തെ തന്നെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ ഓർഡറിൽ പറയുന്നത് ആദ്യം ഈ ആനയെ വനത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ മൈക്കോടി വെച്ച് അതിനെ മുത്തങ്ങ ക്യാമ്പിൽ കൊണ്ടുപോവുക. മുത്തങ്ങ ക്യാമ്പിൽ നിന്ന് അതിനെ തിരിച്ച് വനത്തിലേക്ക് വിടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രശ്നക്കാരായ ആനയെ സക്ലേഷ് പൂരിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിരവധി തവണ പ്രശ്നമുണ്ടാക്കിയ ഒരു ആനയെ തിരിച്ച് വീണ്ടും വനത്തിൽ വിട്ടാൽ എന്ത് ചെയ്യും? ഞാൻ ബത്തേരി പട്ടണത്തിൽ ഇന്ന് രാവിലെ 3 മണിക്ക് ഉണ്ടായ ഒരു കക്ഷിയാണ്. 3 മണിക്ക് ഈ വിഷയം നടക്കുന്നതിന് മുമ്പ് തന്നെ 3 മണിക്ക് ബത്തേരി ടൗണിലൂടെ നടക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഈ മുത്തങ്ങയും ബത്തേരി ടൗണും തമ്മിൽ ഏതാണ്ട് 7 കിലോമീറ്ററോ മറ്റോ ദൂരമുള്ളൂ. ഈ ആനയെ തിരിച്ച് മുത്തങ്ങയുടെ അടുത്ത് കൊണ്ട് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ബത്തേരിയിൽ കഴിയും? അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് ഞാൻ ഡോക്ടർ ഇസയോട്, അതായത് ഈ ഇതിന്റെ പല കമ്മീഷന്റെയും തലവനായിരിക്കുന്ന ഡോക്ടർ ഇസയോട് ചോദിച്ചു ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്. അപ്പൊ ഡോക്ടർ ഇസ പറഞ്ഞു കൈമനത്തി ക്യാരിയിങ് കപ്പാസിറ്റി ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കൂടെ പറയണം ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്. അപ്പൊ ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്? നമ്മളുടെ നികുതി പണം ഉപയോഗിച്ച് റിസർച്ച് നടത്തുന്ന KFRI, KAU തുടങ്ങിയ ഒരു സ്ഥാപനങ്ങൾക്ക് ഒരു വിവരമില്ലാന്ന് മാത്രമല്ല അതിനുവേണ്ടി യാതൊരു പഠനങ്ങളും നടത്തുന്നില്ല. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കൺസർവേഷന്റെ ഒരു മാനദണ്ഡം തന്നെയാണ്. കൃത്യമായിട്ട് എത്ര ആനകളെ ഇവിടെ ഉൾക്കൊള്ളിക്കാം എന്ന് പഠിച്ച് അതിന് മുകളിലുള്ള ആനകളെ അവിടെ നിന്ന് മാറ്റണം. അതാണ് അന്തർദേശീയ